നമസ്കാരം കൂട്ടുകാരി, എല്ലാവർക്കും എ പി ക്രിയേഷനിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കങ്ങനെ ഒരു ബൈക്ക് അനിമേഷൻ അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ അനിമേഷൻ, നമ്മുടെ സൊമാറ്റോ ഡെലിവറി ബോയ് അനിമേഷൻസ് ഒക്കെ ഭയങ്കര സിമ്പിളായിട്ട് എങ്ങനെ ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാമെന്നാണ് ഗൈസ്. വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് അനിമേഷൻ എങ്ങനെയാണ് വേഗം ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഞാൻ വേണ്ട ഒരു സീൻ ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല്ലുസ്ട്രേറ്ററിൽ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സീൻ. ഒരു റോഡും പിന്നെ ഒരു സിറ്റിയും കുറച്ച് ലൈറ്റ്സും മെയിനായിട്ട് നമ്മുടെ സ്കൂട്ടർ ഗായുമാണ് ഉള്ളത്. നമുക്ക് ടയേഴ്സൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ടയേഴ്സ്, നമ്മുടെ സ്കൂട്ടർ ഗായ്, പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. ഇതുമെല്ലാം സെപ്പറേറ്റ് ലെയേഴ്സാണ് ഗൈസ്. നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് ഇനി നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ ഇതിനെ കൊണ്ടുവന്നിട്ട് എങ്ങനെ അനിമേറ്റ് ചെയ്യാൻ നോക്കാം. നമുക്കിതൊന്ന് മിനിമൈസ് ചെയ്യാം. നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ന്യൂ കമ്പോസിഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ വിഡ്ത്ത് 1920 ഹൈറ്റ് 1080 കൊടുത്തേക്കണം. ഇനി ഓക്കെ കൊടുക്കുക. നമുക്കിതിലേക്ക് നമ്മുടെ കമ്പോസിഷൻ ഡ്രാഗ് ചെയ്തിടണം. നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ബൈക്ക് ഗായ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇമ്പോർട്ട് കൊടുക്കുക. ഇവിടെ ഇമ്പോർട്ട് കൈൻഡ് കമ്പോസിഷൻ ആണെന്ന് ഉറപ്പ് വരുത്തണം ഗൈസ്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം കൂടി മെർജായി പോകും. ഇനി ഓക്കെ കൊടുക്കുക. നമുക്ക് ആ ലെയേഴ്സൊക്കെ ഇതിനകത്ത് ഇപ്പോൾ കാണാൻ പറ്റും. നമുക്ക് തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് ടൈം ലൈനിലേക്ക് കൊണ്ടിടാം. നമുക്ക് ഇതിൻ്റെ പി ഞെക്കാം. അപ്പോൾ അതിൻ്റെ പൊസിഷൻ പ്രോപ്പർട്ടീസ് വരും. ഇനി നമുക്കതൊന്ന് നീക്കി കൊടുക്കുക. ഇത്രയും മതി ഗൈസ്. ഇനി നമുക്ക് ചെറിയൊരു അനിമേഷൻ നമുക്ക് കൊടുക്കണം. പൊസിഷനിലൊരു കീ ഫ്രെയിം കൊടുക്കുക. 8 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പതുക്കെ നീക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ആ സിറ്റി മൊത്തത്തിൽ മൂവ് ചെയ്യാനായിട്ട് നമുക്ക് തോന്നും. മൂവായി കൊടുത്തിട്ടുണ്ട് ഗൈസ്. നോക്കിയാൽ കാണാൻ സാധിക്കും ആ സിറ്റി മൂവ് ചെയ്യണം നമുക്ക് തോന്നുന്നുണ്ട്. നമുക്കിത് കുറച്ചും കൂടി സ്മൂത്ത് ആവാനായിട്ട് നമുക്ക് F9 പ്രസ് ചെയ്യാം. നമുക്ക് കുറച്ചും കൂടി ഒന്ന് അടുപ്പിച്ച് വെക്കാം. കുറച്ചും കൂടി ഫാസ്റ്റ് കിട്ടും. അപ്പം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒന്ന് കുറച്ച് നീക്കി കൊടുക്കാം. കുറച്ചും കൂടി നമുക്കൊന്ന് സ്ലോ ആയി കൊടുക്കാം. നമുക്ക് മെയിനായിട്ടുള്ള ബൈക്ക് ഗായിനെ നമുക്ക് ഇതിനകത്ത് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. നമുക്കതിന് വേണ്ടി നമുക്ക് ആ ബൈക്കിൻ്റെ എല്ലാ ലെയറും സെലക്ട് ചെയ്യണം. നമുക്ക് ഈ ലെയർ സെലക്ട് ചെയ്യുക. പിന്നെ ഫ്രണ്ട് ടയറും ബാക്ക് ടയർ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ കൊണ്ടിടണം. നമുക്ക് പി ഞെക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെ പൊസിഷൻ ഒരുമിച്ച് വരും. അപ്പോൾ നമുക്ക് വേഗത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒരേന്ന് എടുത്ത് ചെയ്യണത് നല്ല റിസ്ക് പണിയാണ് ഗൈസ്. നമുക്ക് നീക്കി കൊടുക്കാം. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ സ്കൂട്ടർ മൂവ് ചെയ്യണ പോലെ നമുക്ക് അവിടെ തോന്നുന്നുണ്ട് ഗൈസ്. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വീൽസ് അനിമേറ്റ് ചെയ്യണം. പക്ഷേ ആ വീൽസ് അനിമേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ആങ്കർ പോയിൻ്റ് അത് സെൻറ്ററിൽ തന്നെയാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിനുവേണ്ടി ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ആങ്കർ പോയിൻ്റ് ഒക്കെ കിടക്കണം ഇവിടെയാണ് ഗൈസ്. അങ്ങനെ ഇടുന്നത് നമുക്ക് ശരിയാവില്ല. അത് സെൻറ്ററിൽ വലിച്ചിടണം. ഏകദേശം നമ്മൾ സെൻറ്ററിലായി കൊടുത്തിട്ടുണ്ട് ഗൈസ്. അതുപോലെ നമുക്ക് ഫ്രണ്ട് ടയറും അതുപോലെ ആക്കി കൊടുക്കാം. അതും ഏകദേശം നമ്മൾ സെൻറ്ററിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സെലക്ട് ചെയ്യുക.
നമുക്ക് ഈ ബൈക്കായുടെ കീ ഫ്രെയിംസ് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഫ്രണ്ട് ടയറും ബാക്ക് ടയറും സെലക്ട് ചെയ്യാം. നമുക്ക് 6 പ്രസ് ചെയ്യാം. അതാണ് നമ്മൾ റൊട്ടേഷൻ്റെ ഷോർട്ട് കട്ട്. നമുക്കിത് 2 കീ ഫ്രെയിം ആഡ് ചെയ്യാം. എൻ്റെ അവസാനം വെച്ചിട്ട് നമുക്കിതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ വീല് റൊട്ടേറ്റ് ആണെന്ന് കാണാൻ സാധിക്കും. ഇവിടെ ചേർന്ന് നിന്നിട്ടുണ്ട്. F9 പ്രസ് ചെയ്യാം. സ്മൂത്തായിട്ട് നമ്മുടെ അനിമേഷനോട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാനായിട്ട് നമുക്കിവിടെ ലൈറ്റിംഗ് ഒക്കെ കൊടുക്കാം. നമുക്ക് ലൈറ്റിംഗ് കൊടുക്കാനായിട്ട് സിമ്പിൾ നമുക്കൊരു ഷാഡോ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു പ്ലഗിൻ യൂസ് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഷാഡോ സ്റ്റുഡിയോൻ്റെ കുറച്ച് പ്രീസെറ്റ്സ് എടുക്കുന്നുണ്ട്. Ctrl D ഞെക്കാം. അപ്പോൾ ഈ ബൈക്കിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടി വരും. ഇതെടുത്ത് ഇതിൻ്റെ മുകളിൽ കൊണ്ടിടാം. ഇതിൻ്റെ ബ്ലെൻഡിങ് മോഡ് നമുക്ക് സ്ക്രീനായി കൊടുക്കാം. അപ്പോൾ ലൈറ്റ് അവിടെ വന്നേക്കാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഗൈസ്. ഇത്രയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നു ഗൈസ്.